പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ബസ് അപകടത്തിൽ മരണപ്പെട്ട അജ്ഞാത വയോധികനെ സംസ്കരിച്ച വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. 2 ആഴ്ചകൾക്ക് മുമ്പാണ് കൊല്ലം മേടയിൽ മുക്കിൽ വെച്ച് KSRTC വാഹനമിടിച്ച് മരണപ്പെട്ട വയോധികൻ്റെ മൃതശരീരമാണ് മറവ് ചെയ്തത്. 15 ദിവസത്തോളം ശാസ്താംകോട്ട മോർച്ചറിയിൽ സൂക്ഷിക്കുകയും പത്രപരസ്യം നൽകിയിട്ടും ബന്ധുക്കൾ ആരും എത്താത്തതിനെ തുടർന്നും കോർപ്പറേഷൻ അധികൃതരും ജീവകാരുണ്യ പ്രവർത്തകരും പോലീസും ചേർന്നാണ് മൃതദേഹം മറവ് ചെയ്തത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശും ബാബുവും ശ്യാമും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി കോർപ്പറേഷനിലെ തൊഴിലാളികളും ചേർന്ന് മുളങ്കാടകത്ത് എത്തിച്ച് സംസ്കരിച്ചത്. അതിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. ഗണേശേട്ടനാണ് ഇപ്പം വിളക്കൊക്കെ ഈ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് അതിൻ്റെ അവസാന സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. കണ്ടല്ലോ, ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ജീവകാരുണ്യ പ്രവർത്തകരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ന്യൂസ് ഇന്ത്യ 24 കൊല്ലം.